ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളല്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എനിവേ, നമുക്കിനി റീസ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ദാറ്റ് വി ആർ ട്രാവലിംഗ് ഫ്രം കാലിക്കറ്റ് ടു രാജസ്ഥാൻ വിത്ത് ആർ 7 months ഓൾഡ്. അതും റോഡ് ട്രിപ്പാണ്. ഓക്കെ, സോ ഞാൻ രാജസ്ഥാനിലേക്ക് മൂവ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. ലൈക്ക് കറണ്ട് പോസ്റ്റിംഗ് ഇപ്പോൾ രാജസ്ഥാനിലാണുള്ളത്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ ചണ്ഡീഗഡായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ ഗോട്ട് പ്രഗ്നൻ്റ് ആൻഡ് ഐ ജസ്റ്റ് സ്റ്റോപ്ഡ് പോസ്റ്റിംഗ് വീഡിയോസ്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ ഡെലിവറി സമയത്താണ് നെക്സ്റ്റ് പോസ്റ്റിംഗ് വന്നത്. അതും രാജസ്ഥാനിലേക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 7 months ആയി. ഇപ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജുമ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 o'clock ഒക്കെ ആയിട്ടുണ്ട്. മാക്സിമം 4-4:30 ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്, അതേസമയം ടെൻസ്ഡ് ആണ്. മോനെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ആയിരിക്കും എന്ന് അറിയില്ല. സോ എനിവേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 2000+ കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാറൊക്കെ ഫുള്ളി ലോഡഡ് ആയിട്ടുണ്ട്. ഫുള്ള് സാധനങ്ങളാണ്, ഫ്രണ്ടിലും ഡിക്കിലും ഫുൾ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇരിക്കാനൊന്നും സ്ഥലം പോലും ഇല്ല ബാക്ക് സീറ്റിൽ. അങ്ങനെ തന്നെ നമ്മൾ റെഡിയായി. ഞാനും അസുവും താഴെ എത്തി. അസുവിൻ്റെ പപ്പനെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ പപ്പ വന്നു, എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞു. അപ്പനോടും ഉമ്മനോടും യാത്ര ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആൻഡ് നമ്മൾ പോവാണ് ഗൈസ്. വിഷമ വരുന്നുണ്ടോ? അതല്ല നമ്മളിപ്പോ എല്ലാ പ്രാവശ്യവും ലീവ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മൈൻഡൊക്കെ കട്ടായിട്ടായിരിക്കും എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോകാനുള്ള വഴീൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വണ്ടി എടുത്തത്. ആൻഡ് പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരിക ചെയ്യുക. മൈൻഡ് കട്ടാവുക മാത്രമല്ല, വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങോട്ട് വരൂല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റാണ്. നമുക്കറിയില്ല, നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അടിക്കുന്നതിന് മുന്നേ നമ്മളവിടെ എങ്ങനെയൊക്കെ എത്തുകയാണ്. നല്ല ലേറ്റല്ല, ഒരു അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ പോകുന്നതിന് മുന്നേ നമ്മൾ ഫുഡൊക്കെ പാഴ്സൽ വാങ്ങിയിട്ടാണ് പോയത്. ബിക്കോസ് കാർഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫുഡൊന്നും കിട്ടൂല. ആൻഡ് എങ്ങനെയൊക്കെ നമ്മൾ ടൈമിന് എത്തി. അൽഹംദുലില്ലാ, കാർഡൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ക്രോസ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു സൈഡാക്കിയിട്ട് പാർസൽ വാങ്ങിയ ഫുഡ് വേഗം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഫുഡും കഴിച്ച് ഞാനും അസുവും മെല്ലെ ബാക്കിലൊന്ന് സെറ്റിലായി. ഫുൾ സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രണ്ട് സീറ്റിൽ വെച്ചു. അങ്ങനെ പിന്നെ പെട്രോൾ അടിച്ച് ഒന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ബാംഗ്ലൂർ എത്തി. ഓൾമോസ്റ്റ് ഒരു 2 o'clock ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ബാംഗ്ലൂർ റീച്ച് ആയത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻ്റ് ആണ്. അങ്ങനെ നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു. പിന്നെ നല്ല ടയേർഡ് ആയതുകൊണ്ട് വേഗം കിടന്നുറങ്ങി. രാവിലെ നമ്മൾ എഴുന്നേറ്റു. ഇത് നല്ലൊരു അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. അല്ല, കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉണ്ട്. രാത്രിയൊന്നും കാണാൻ പറ്റിയില്ല, എപ്പോഴാണ് ഫുൾ കണ്ടത്. നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ഫ്രണ്ട് പോയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ദോശയും പിന്നെ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ നല്ല കോഫിയൊക്കെ ഉണ്ടാക്കി തന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു കോഫിയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ അസുബേബിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതെങ്ങനെയൊക്കെയോ ഫുള്ള് കഴിപ്പിച്ച്. പിന്നെ നമ്മൾ കുളിച്ച് റെഡിയായി വേഗം ബാംഗ്ലൂരിൽ നിന്ന് പോവാണ് ഗൈസ്. ഐ വിൽ മിസ് ദിസ്. അങ്ങനെ പിന്നെ നമ്മൾ ഫുള്ള് സാധനങ്ങളൊക്കെ എടുത്ത് താഴോട്ട് ഇറങ്ങാണ്. ഈ ലിഫ്റ്റ് ആണെങ്കിൽ ഒരു ചെറിയൊരു ലിഫ്റ്റാണ്, വളരെ ചെറിയൊരു ലിഫ്റ്റാണ്. നമ്മൾ കഷ്ടിച്ചാണ് ഫുള്ള് സാധനവും നമ്മളും ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ 3rd floorലായിരുന്നു. എന്തായാലും നല്ലൊരു ഫീൽ ഗുഡ് സ്ഥലം തന്നെയായിരുന്നു. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. അവിടെ പോകാൻ വേണ്ടിയാണ് ഇത്ര നേരം ഞാൻ ലേറ്റ് ആക്കിയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 11-11:30 ആയി. യെസ്, ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ്. എത്രയോ പ്രാവശ്യം റീലിൽ കണ്ട് പോകണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത്. ആക്ച്വലി എനിക്ക് സ്വീറ്റ്സിനോട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്തായാലും വരണം എന്ന് ഞാനിങ്ങനെ റീലിലൊക്കെ ഇങ്ങനെ കണ്ട് ലൈക്ക് എന്താ പറയുക, ഭയങ്കര ആഗ്രഹിച്ചിട്ട് വന്നൊരു സ്ഥലമാണ്. എന്തായാലും നമുക്കത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എല്ലാവരും കൊടുത്ത ആ ഒരു ഹൈപ്പിനും മാത്രം ഉള്ളതാണോ അല്ലെങ്കിൽ ഒരു നോർമൽ സാധനമാണോ എന്ന് നമ്മൾ കഴിച്ചു നോക്കാം. സാധനം
ഉമ്മ എനിക്ക് തരാണ്ട് തിന്നാലേ. അസുവിന് കൊടുക്കാതെ നമ്മൾ രണ്ടാളും കഴിച്ചതിന്റെ കരച്ചിലാണ് ഇപ്പൊ കണ്ടത് ഫുള്ള്. നമ്മൾ അവന്റെ ഫുഡ് അവന് കൊടുത്താൽ അവന് വേണ്ട, പക്ഷെ നമ്മൾ കഴിക്കുന്ന എല്ലാം അവന് വേണം. പിന്നെ ബാംഗ്ലൂരത്തെ ആ ഒരു തിരക്ക്, സിറ്റിയിലെ ആ തിരക്കെന്നൊക്കെ മാറി ഹൈവേയിൽ കയറിയപ്പോൾ ഞാൻ കുറച്ച് നേരം വണ്ടി ഓടിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് പിന്നെ ഒരു ടോളെത്തി. ടോളിലൊന്നും പിന്നെ നമുക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ അടുത്ത് ഐ കാർഡും ഡിപ്പെൻഡന്റ് കാർഡൊക്കെ ഉണ്ടല്ലോ. ഏത് പിന്നെ അതും കഴിഞ്ഞ് കുറച്ചും കൂടി ഞാനൊന്ന് വണ്ടി ഓടിച്ചു. ആ സമയത്ത് ബാക്കിൽ ഇവർ രണ്ടാളും ചില്ല് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അസുവിൻ്റെ സ്വഭാവത്തിന് ചെറിയൊരു മാറ്റം ഉണ്ടായി. ഭയങ്കര കരച്ചിലും ബഹളമായി. ഞാൻ പിന്നെ വണ്ടി ഓടിക്കൽ സ്റ്റോപ്പാക്കി. പിന്നെ നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ലഞ്ച് ഇവിടെ നിന്നായിരുന്നു കഴിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഈ ലൊക്കേഷൻ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് വീണ്ടും നമ്മൾ കാറിൽ കയറി നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ അടുത്തത് നമ്മൾ കോലാപ്പൂരിൽ എത്തണം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം നമ്മൾ എവിടെ വരെ എത്തുന്നുള്ളത്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടക്ക് ചെറുങ്ങനെ ഉറക്കം വരാൻ തുടങ്ങിയപ്പോൾ നമ്മളൊരു കോഫി ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കോഫി കുടിക്കാനൊക്കെ കയറി. അത് വായിലിടുന്നതാ, വായിലിടുന്നു. അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് ഇങ്ങനെ സൈഡിൽ പുല്ലൊക്കെ കത്തിയിട്ട് കുറേ പുകയൊക്കെ വരുന്നതൊക്കെ കണ്ടിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് ബൽഗാവി എത്താനായപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയ ശേഷം അസു ഭയങ്കര കച്ചറ, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഫുഡ് ലൈക്ക് രാത്രിത്തെ ഫുഡും കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഫുൾ കരച്ചില്ല. ഞങ്ങൾ ഈ ഹോട്ടലിൽ റൂം ചെക്ക് ചെയ്തപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടില്ലായിരുന്നു. പിന്നെ വേഗം തൊട്ടടുത്ത് കിട്ടിയ ഒരു ഹോട്ടലെടുത്ത് നമ്മളവിടെ വേഗം എങ്ങനെയൊക്കെയോ ഇങ്ങനെ കാമാക്കി നമ്മളവിടെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റു. പിന്നെ നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പൂനെ പിടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി അസുവിന് ഫുഡൊക്കെ കൊടുത്ത് ഒക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ വീണ്ടും കാറിൽ കയറി. ഇനി നമുക്ക് മെല്ലെ മെല്ലെ പോകണം. പോകുന്ന വഴിക്ക് അങ്ങനെ കണ്ടതൊക്കെ തിന്നും പെറുക്കി തിന്നും ഒക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ റോഡ് ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണമല്ലോ നമുക്ക്, അല്ലെങ്കിൽ ബോറടിക്കൂലേ. അങ്ങനെ അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അവിടെ വാങ്ങി വെച്ച മുറുക്കും എന്തൊക്കെയോ കഴിച്ചു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് കഴിക്കാൻ സമയമായി. അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നു. ഇതും അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അസുവിനും ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിരുന്നു. ഈ ഒരു ഏജിൽ ഇവനെയും കൊണ്ട് ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവന് വിശന്നിരിക്കുന്ന സമയത്ത് ഇവൻ ഭയങ്കര കച്ചറ ഉണ്ടാക്കും. പിന്നെ ഫുഡ് കൊടുത്തൊന്ന് കാമാക്കിയാൽ കുറച്ചു നേരം കിടന്ന് ഉറങ്ങും. പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും എന്താ പറയുക, ബോറടിക്കാൻ തുടങ്ങും. കുറച്ചധികം നേരം കാറിലിരുന്ന് കഴിയുമ്പോഴേക്കും അവന് ബോറടിക്കാൻ തുടങ്ങും. ബോറടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ വേഗം തന്നെ സ്റ്റോപ്പാക്കിയിട്ട് അവനൊന്ന് കാമാക്കണം. അല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല, ഫുള്ള് കൊളായിട്ട് മൊത്തം എന്തൊക്കെയോ ആയി പോവും. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു വണ്ടീൻ്റെ ഉള്ളിൽ പിങ്ക് കളർ പെയിന്റ് അടിച്ച ഒരു പശുവിനെ കണ്ടു. പിന്നെ നമ്മൾ ഹൈവേന്നൊക്കെ മാറി കുറച്ച് ഉൾഗ്രാമങ്ങളിലൂടെ അവിടുത്തെ ലോക്കൽ കൾച്ചർ പിടിക്കാൻ വേണ്ടി കുറച്ച് ഇങ്ങനെ പോയി. ഒരു 10 കിലോമീറ്റേഴ്സ് ഇങ്ങനെ ട്രാവൽ ചെയ്തിരുന്നു. അങ്ങനെ കുറേ വീടുകളൊക്കെ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കോഫി ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പൂനെ എത്താനൊക്കെ ആയി. ഒരു മഹാരാഷ്ട്ര ബോർഡർ കടന്നിട്ടുണ്ട്. അങ്ങനെ മഹാരാഷ്ട്ര എത്തിയ ശേഷം പിന്നെ കുറേ നല്ല ഭംഗിയുള്ള വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചുറ്റിനും നോക്കുമ്പോൾ മലകളും അങ്ങനെ എന്തൊക്കെയോ നല്ല നല്ല പ്രത്യേകതരം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫൈനലി നമ്മളൊരു 9 o'clock ആയപ്പോഴേക്കും പൂനെ എത്തി. പൂനെ എത്തിയപ്പോഴാണെങ്കിൽ ഭയങ്കര ട്രാഫിക്, നല്ല ട്രാഫിക്കായിരുന്നു. കുറേ നേരം അങ്ങനെ വേസ്റ്റായി. പിന്നെ നമ്മൾ റോഡ് സൈഡിൽ കണ്ട ഒരു ഷോപ്പ് കയറിയിട്ട് അസുവിൻ്റെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിപ്പോൾ ഉണ്ടാക്കി അസുവിന് കൊടുത്തില്ലെങ്കിൽ അസു വയലൻ്റ് ആവാനുള്ള സമയമായി. അപ്പോൾ ഫുഡൊക്കെ കറക്റ്റ് ടൈമിന് തന്നെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലാണ് ഇവൻ
കുറച്ച് കോപ്പറേറ്റീവായിട്ട് നമ്മളെ കൂടെ ഇരിക്കുക. അങ്ങനെ അസുവിന് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ പൂനെയിൽ സ്റ്റേ ചെയ്യേണ്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ടു കുറച്ചും കൂടി മുന്നോട്ട് പോയി. ബിക്കോസ് പൂനെയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇതിനേക്കാളും ട്രാഫിക് ആയിരിക്കും. അതുകൊണ്ട് പൂനെയിൽ സ്റ്റേ വേണ്ടാന്ന് വെച്ച് കുറച്ചും കൂടി നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് നാച്ചുറൽസ് കണ്ടപ്പോൾ അവിടെ നിർത്തി നമ്മൾ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു. കാരണം ഇനിയിപ്പോൾ ഫലോദി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും നല്ല സ്പോട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരു ഉൾഗ്രാമം, രാജസ്ഥാനിലെ ഒരു ഉൾഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അധികം ഡെവലപ്പ് ചെയ്യാത്തൊരു ഏരിയ ആണ് ഫലോദി. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അവിടെയാണ് എയർഫോഴ്സ് സ്റ്റേഷൻ വരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡിന്നറും കഴിക്കാൻ കയറി. കുറച്ച് അങ്ങോട്ട് മൂവ് ആയപ്പോഴേക്കും ഒരു നല്ല സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഡിന്നർ കഴിക്കാൻ വിചാരിച്ച്, കാര്യമായിട്ട് വിശപ്പൊന്നും ഉണ്ടാകാത്ത കൊണ്ട് കുറച്ച് ലൈറ്റായിട്ടൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് മുംബൈയും കഴിഞ്ഞ ശേഷമാണ് നമ്മളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തി, ഫുള്ള് ഫ്രഷായി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റു, പിന്നെയും ഫ്രഷായി വീണ്ടും അവിടുന്ന് റെഡി ആയിട്ട് അടുത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ എത്തണം എന്നാണ് വിചാരിക്കുന്നത്? ഒരു അഹമ്മദാബാദ് എത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവുന്നുള്ളത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് കണ്ടു. ഇത് കിഡിലൻ ആംബിയൻസ്, ഫുള്ള് മരമൊക്കെ വെച്ചിട്ട് നല്ലൊരു ലക്ഷറിയസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയി. അസു ആണെങ്കിൽ ഭയങ്കര കച്ചറായിരുന്നു ആ സമയത്ത്. പിന്നെ കുറേ നേരം കളിപ്പിച്ചൊന്ന് കാമാക്കിയിട്ട് നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണി ആയിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ മിക്ക റെസ്റ്റോറൻറ്റിലും പോയാൽ ഇവൻ്റെ ഈ കരച്ചിൽ കാണുമ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ്സ് ഒക്കെ വന്നിട്ട് ഇവനെ എടുക്കുകയും അവർ തന്നെ ഇവനെ മാനേജ് ചെയ്യാൻ നോക്കും, നമ്മളോട് കഴിച്ചോളാനൊക്കെ പറയലുണ്ട്. അങ്ങനെ പിന്നെ ഈ ഒരു ഡിസേർട്ട് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി, ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കാം. എനിവേ അങ്ങനെ അവിടുന്ന് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് അവർ അസുവിനെടുത്ത് കുറേ കാമാക്കി ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കൊടുത്തു. ആ സമയം കൊണ്ട് നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഒക്കെ കണ്ട് കയറുമ്പോൾ നമ്മളൊരു 2000 ആണ് ബില്ല് പ്രതീക്ഷയെങ്കിലും അത്യാവശ്യം കുറച്ച് അഫോർഡബിൾ ആയിരുന്നു. അത്ര റേറ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ലിച്ചിയൊക്കെ കഴിച്ചു. പിന്നെ വീണ്ടും കോഫി ബ്രേക്ക് അല്ല ടീ ബ്രേക്കൊക്കെ എടുത്തു. ഈ കോഫിയും ടീയും കുടിക്കലും ഫുഡ് കഴിക്കലും മാത്രമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ വ്ളോഗിലായി പോയത്. എനിവേ നമ്മൾ അവിടെ നിന്ന് വീണ്ടും പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫലോദി പോയാലൊന്നും കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ബർഗറൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ അത് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പപ്പനെ വീഡിയോ കോളൊക്കെ ചെയ്ത് അങ്ങനെ ഫുഡ് വന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞാൻ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കണ്ണുറന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച ഇതാണ്. നമ്മൾ വീണ്ടും റൂം എടുക്കാനുള്ള സമയമായി. അങ്ങനെ അടുത്ത റൂം എടുത്തു. അങ്ങനെ ഇവിടെ എത്തി. ഈ റൂം നമ്മൾ ഇതുവരെ സ്റ്റേ ചെയ്തതിൽ വെച്ചിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു റൂം ഇതാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റു. രാവിലെ ആയി. ഇനി നമ്മൾ റെഡിയായി. ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് എന്തായാലും നമ്മൾ ഫലോദി പിടിക്കുന്നതായിരിക്കും. ഇന്നൊരു 9-10 ഒക്കെ ആകുമ്പോഴേക്കും ഫലോദിയിലെത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുളിച്ച് റെഡിയായി താഴെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. മൊത്തത്തിൽ ഈ ഒരു ഹോട്ടൽ സെറ്റപ്പും ഇവിടുത്തെ റെസ്റ്റോറൻറ്റും എല്ലാം അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്, നല്ല ക്ലീനാണ്. നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് ഒരു ഗുജറാത്തി താലിയാണ്. അതും ലൈക്ക് നല്ല ടേസ്റ്റിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ആ കിച്ചണിൽ നിന്ന് തന്നെ നമ്മൾ അസുവിനുള്ള ഫുഡൊക്കെ റെഡിയാക്കി. അപ്പം ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് ഓൾ സെറ്റായിട്ട് ഇവിടെ നിന്ന് മെല്ലെ പോവാനാണ് വിചാരിക്കുന്നത്. ഇവിടെ നിന്നും ഈ പറയുന്ന പോലെ അസു അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ്സ് വന്ന് അവനെ എടുക്കുകയും ഞങ്ങളോട് പീസ്ഫുള്ളി ഭക്ഷണം കഴിച്ചോളാൻ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും ട്രാവൽ ചെയ്യാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് രാജസ്ഥാൻ എത്താനായിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ഫ്രഷായി. അങ്ങനെ നമ്മൾ രാജസ്ഥാൻ എൻ്ററായി ഗൈസ്. മൊത്തത്തിലൊരു ഉണങ്ങിയ സ്ഥലം. നമ്മളൊരു ഹോട്ടലിൽ കയറി ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഇറങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു തേനീച്ചക്കൂട്. പിന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. എങ്ങനെയൊക്കെയോ ഡ്രസ്സ് പോലും ഇടാതിരുന്ന അസു നമ്മൾ പുറത്തിറക്കി വന്നിട്ടും രക്ഷപ്പെട്ടതായിരിക്കും. ആൻഡ് പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ ഒരു ഒട്ടകത്തിനൊക്കെ കണ്ടു. രാജസ്ഥാൻ എത്തിയ പിന്നെ അതിൻ്റെതായ കാഴ്ചകളൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ എയർഫോഴ്സ് സ്റ്റേഷൻ്റെ ഉള്ളിലെത്തി. ഇതിപ്പോൾ തൽക്കാലം നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് വേറൊരാളുടെ ക്വാർട്ടറിലാണ്. നമ്മളെ ക്വാർട്ടർ ഇതുവരെ അലോട്ട് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ ലീവ് പോയ ഒരാളുടെ ക്വാർട്ടേഴ്സിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട്
മെല്ലെ അടുത്ത സ്ഥലം നോക്കി നമുക്ക് മാറണം. നമ്മൾ പുറത്തായിരിക്കും സ്റ്റേ ചെയ്യാൻ പോവുക. എയർഫോഴ്സ് സ്റ്റേഷൻ്റെ ഉള്ളിലല്ല, പുറത്തായിരിക്കും. ഇതാണ് ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്ന ഒരു ക്വാർട്ടർ വരുന്നത്. അപ്പം ഇന്ന് അത്രേ ഉള്ളൂ. ബൈ.